തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇഡി കേസ് പ്രതികൾ ഓണം ആഘോഷിച്ചതിൽ കടുത്ത നടപടിക്ക് ആഭ്യന്തര വകുപ്പ്. സംഭവത്തിൽ അടിയന്തര റിപ്പോർട്ട് തേടി എഡിജിപി പി വിജയൻ. സ്റ്റേഷന് മുന്നിൽ ഊഞ്ഞാലാടിയും ചെണ്ട കൊട്ടിയും റീൽസ് ചിത്രീകരിച്ചതിൽ പോലീസിന് വീഴ്ചയുണ്ടോ എന്നും പരിശോധിക്കും. റിപ്പോർട്ട് ലഭിച്ചാൽ ഉടൻ നടപടിയെടുക്കാനാണ് നിർദ്ദേശം. റഹീസ് റഷീദ് വിവരങ്ങൾ നൽകും. റഹീസ്, ഗുഡ് മോർണിംഗ്. ഈ ഓണാഘോഷം എന്ന് പറയുമ്പോൾ അവിടെ വന്ന് മുണ്ടെടുത്ത് നിന്നിട്ട് പോവുകയല്ല ചെയ്തത്. ചെണ്ട കൊട്ടി, ഊഞ്ഞാലാടി, അങ്ങനെ എല്ലാ രീതിയിലും ഓണം ആഘോഷിച്ചിട്ടാണ് പോയത്. പോലീസ് ഇത് കണ്ടില്ലേ എന്ന വലിയ ചോദ്യം അവിടെയുണ്ട്. അശ്വതി, ഇക്കാര്യത്തിൽ പോലീസ് കടുപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് മ്യൂസിയം സ്റ്റേഷൻ പരിധിയിലുള്ള പോലീസുകാർക്കപ്പുറം എഡിജിപി റാങ്കിലുള്ള പി വിജയൻ അടക്കമുള്ള ആളുകൾ പ്രാഥമികമായ അന്വേഷണം എന്താണ് സംഭവിച്ചത് എന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പക്ഷേ ആരോപണ വിധേയരായ ഇഡി കേസിലെ പ്രതികൾ പറയുന്ന വാദം മറ്റൊന്നാണ്. അതായത് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എല്ലാ ദിവസവും അവർ ഒപ്പിടാൻ പോകണം. അതിൽ പാളയം ഏരിയ സെക്രട്ടറി IP ബിനു ഉണ്ട്. ഇപ്പോൾ ഇന്നലെ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗമായി തെരഞ്ഞെടുത്ത ആറ്റുകാൽ ഉണ്ണി അടക്കമുള്ള ആളുകളുണ്ട്. ഇവരെല്ലാവരും കൂടി ഒപ്പിടാൻ വന്ന സമയത്ത് സ്റ്റേഷൻ കോമ്പൗണ്ടിന് പുറത്താണ്. മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ മുറ്റമെന്ന് പറയുന്നത് റോഡാണ്, അല്ലാതെ വലിയ കോമ്പൗണ്ടുള്ള ഒരു സ്ഥലമല്ല. സ്റ്റേഷൻ കോമ്പൗണ്ടിൻ്റെ പുറത്ത് ഊഞ്ഞാലിട്ടിരുന്നു. പോലീസിൻ്റെ ഓണാഘോഷത്തിൻ്റെ ഭാഗമായി അത്തപ്പൂക്കളവും മറ്റും ഇട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ ഊഞ്ഞാലിലാടിയത് മാത്രമേ ഉള്ളൂ. സ്റ്റേഷൻ കോമ്പൗണ്ട് പോലുമല്ല, റോഡാണ്. മ്യൂസിയത്തിനും കനകക്കുന്നിനും ഇടയിലുള്ള റോഡാണ്. ആ സമയത്ത് അവിടെ ഊഞ്ഞാലാടിയത് മാത്രമാണ്. പിന്നെ IP ബിനുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം, കൗൺസിലറായിരുന്ന സമയത്ത് ഓണാഘോഷത്തിലും മറ്റും മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ഒരാളായിരുന്നു. അത്തരത്തിൽ ചില പരിചയം പോലീസുകാരുമായും ഉണ്ട്. ആ ഒരു സൗഹൃദത്തിൻ്റെ പുറത്തുകൂടി ആയിരിക്കാം ഒരുപക്ഷെ അവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നതും ഊഞ്ഞാലാടുന്നതും കണ്ടപ്പോൾ അവർ തടയാതിരുന്നത് എന്നതാണ്. പക്ഷേ സർക്കാർ ഇക്കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടോ? പ്രത്യേകിച്ച് ഇടതനുകൂല പോലീസ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ചാർജുള്ള CI. അതുകൊണ്ട് ആ തരത്തിൽ എന്തെങ്കിലും പോലീസിൻ്റെ ഭാഗത്തു നിന്ന് വീഴ്ചകൾ പറ്റിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കുന്നുണ്ട് ഉന്നത ഉദ്യോഗസ്ഥർ, ആഭ്യന്തര വകുപ്പ്. ശരി, എന്തായാലും അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ADGP. ഇനി എന്താകും ഇക്കാര്യം എന്നുള്ളത് കണ്ടറിയാം. റഹീസ് റഷീദാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.